ഗൈസ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് എന്താണ് JSX എന്നുള്ളതാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ JSX എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിലെ ഒരു ചെറിയൊരു അഡീഷനാണ്. ഇത് പഠിക്കാൻ എളുപ്പമുള്ള ഒരു അഡീഷനാണ്, പക്ഷെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് React.js പഠിക്കാനും. സോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത കോഡ് നമുക്ക് എടുക്കാം. സോ അത് ഞാൻ തുറന്നിരിക്കുന്നത് VS കോഡ് എന്ന് പറഞ്ഞ എഡിറ്ററിലാണ്. സോ അതിനകത്ത് സോഴ്സ് ഫോൾഡറിനകത്ത് index.js ആണ്. ഇതാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. സോ ഇത് തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ സാധാരണ HTML അല്ലെങ്കിൽ XML ടാഗ് പോലെ കിടക്കുന്നത് കാണാൻ പറ്റും. സോ ഇത് കൂടാതെ തന്നെ ഇവിടെ app.js എന്ന് പറഞ്ഞ ഫയൽ കാണാൻ പറ്റും. സോ അത് തുറന്നാലും നമുക്ക് HTMLൻ്റെ ടാഗുകൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതായി കാണാൻ പറ്റും. ഓക്കെ, ഇത് സാധാരണ ജാവാസ്ക്രിപ്റ്റിൽ എഴുതാൻ പറ്റില്ല. സോ ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒപ്പം ഇതുപോലെ തന്നെ HTML അഥവാ XML ടാഗുകൾ എഴുതി കോഡ് എഴുതാൻ പറ്റുന്ന ഒരു അഡീഷനും കൂടി ചേർന്നതിനെയാണ് JSX അഥവാ ജാവാസ്ക്രിപ്റ്റ് XML എന്ന് പറയുന്നത്. സോ ഈ ഫയൽ ജാവാസ്ക്രിപ്റ്റ് അല്ല, മറിച്ച് ഒരു JSX ഫയലാണ്. സോ ഇതിനകത്ത് ജാവാസ്ക്രിപ്റ്റിൻ്റെ എല്ലാ സിൻടാക്സും എഴുതാം, കൂടാതെ ഇങ്ങനത്തെ സിൻടാക്സുകളും എഴുതാം. const a is equal to സോ ഇങ്ങനത്തെ ഒരു ടാഗ് സിൻടാക്സും നമുക്ക് എഴുതാൻ പറ്റും. സോ ഇങ്ങനത്തെ സിൻടാക്സ് സാധാരണ ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രൗസർ തുറന്നിട്ട് ഇൻസ്പെക്ട് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൺസോളിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് സിൻടാക്സർ അടിക്കും. ഇത് ജാവാസ്ക്രിപ്റ്റ് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഇത് സിൻടാക്സർ അടിക്കും. പക്ഷേ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഈ JSXനകത്ത് വാലിഡ് ആണ്. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇങ്ങനത്തെ സിൻടാക്സുകൾ, അതായത് HTML അല്ലെങ്കിൽ XML ടാഗുകൾ നമ്മൾ React.jsൻ്റെ ജാവാസ്ക്രിപ്റ്റ് ഫയലിൽ എപ്പോഴൊക്കെ എഴുതണം, സോ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ ഫീച്ചറുകൾ എന്താണ്, പിന്നെ അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുന്നേ നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത് ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യാത്ത ഈ ഒരു സിൻടാക്സ് എങ്ങനെയാണ് ബ്രൗസർ മനസ്സിലാക്കുന്നത് നോക്കാം. ഓക്കെ, സോ അതിന് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത കോഡിലേക്ക് ആദ്യം പോകാം. സോ ഈ കോഡിൻ്റെ ഫസ്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ സോഴ്സ് ഫോൾഡറിനകത്ത് index.js എന്ന് പറഞ്ഞ ഫയലാണ്. ഇവിടെ നിന്നാണ് കോഡ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. സോ ഇതിനകത്ത് ഒരു റിപ്പോർട്ട് വെബ് വൈറ്റൽസ്, അത് നമ്മളുടെ ആപ്പിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ്. തൽക്കാലം അത് നമുക്ക് വേണ്ട, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഓക്കെ, നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് React DOM.render എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ React DOM എന്ന് പറയുന്നത് നമ്മുടെ വെബ് പേജിൻ്റെ DOM എലമെൻറ്റ്സിലോട്ട് ഡാറ്റ ഇടാനുള്ള അല്ലെങ്കിൽ അതിന്ന് റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനുകൾ തരുന്ന ഒരു പാക്കേജാണ് React DOM. സോ അതിനകത്ത് റെൻഡർ എന്നുള്ള ഉപയോഗിച്ചിട്ടുള്ള ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ വെബ് പേജിനകത്തോട്ട് നമ്മൾ ഡാറ്റ ഇടുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് 2 പാരാമീറ്റർ ഉണ്ട്. സോ അതിൽ ആദ്യത്തെ പാരാമീറ്റർ എന്ത് ഡാറ്റയാണ് നമ്മൾ പേജിനകത്തേക്ക് ഇടേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പാരാമീറ്റർ എവിടെയാണ് നമ്മൾ ഡാറ്റ ഇടേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ രണ്ടാമത്തെ പാരാമീറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഒരു ഡോക്യുമെൻറ്റിനകത്ത് റൂട്ട് എന്ന് പറഞ്ഞ ID ഉള്ള ഒരു എലമെൻ്റാണ്, അതിനകത്തേക്കാണ് ഈ ഒരു ഡാറ്റ പോകേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ അതിനകത്ത് പബ്ലിക് ഫോൾഡറിനകത്ത് നമ്മുടെ HTML നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ റൂട്ട് എന്ന് പറഞ്ഞ ID ഉള്ള ഒരു എലമെൻ്റ് ഉണ്ട്. സോ ഈ ഒരു എലമെൻറ്റിനകത്തേക്കാണ് നമ്മൾ ഇവിടെ കൊണ്ടിടുന്ന ഡാറ്റയൊക്കെ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ടാഗ് മനസ്സിലാക്കണ കാട്ടി മുന്നേ നമുക്ക് ഇവിടെ ജസ്റ്റ് വെറുതെ ഒരു ഹായ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോ ഈ ഹായ് എന്നുള്ള പറഞ്ഞ ഈ ഒരു സ്ട്രിങ് ആ പേജിനകത്ത് വരുന്നുണ്ടോ നോക്കാം. സോ നമുക്ക് പേജ് ഓടിച്ച് നോക്കാം. സോ ഇവിടെ ഹായ് എന്ന് പറഞ്ഞ ആ സ്ട്രിങ് വന്നിരിക്കുകയാണ്. നമുക്കത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ആ റൂട്ടിനകത്താണ് ഈ ഹായ് എന്ന് പറഞ്ഞുള്ള സ്ട്രിങ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ HTML ടാഗുകൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ കോൺസ്റ്റ് ഒരു വേരിയബിൾ നെയിം a is equal to div hello എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഹൈന് പകരം ഈ a കൊടുത്ത് നോക്കാം. സോ നമുക്ക് ഈ div ടാഗ് ആ വെബ് പേജിനകത്ത് വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ഐഡിയും കൊടുക്കാം, ഒരു മൈ ഹലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, മൈ ഹലോ എന്നുള്ള പറഞ്ഞ ഐഡിയനകത്ത് ആ ടാഗ് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു സിൻടാക്സ് ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നുള്ളതാണ്. കാരണം ഇത് ജാവാസ്ക്രിപ്റ്റിന് മനസ്സിലാവാത്തൊരു സിൻടാക്സ് ആണ്, പക്ഷേ നമ്മളിത് എങ്ങനെ ജാവാസ്ക്രിപ്റ്റിന് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ സെറ്റപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫയൽസ് എല്ലാം വെബ് പാക്ക് എടുത്ത് ബേബലിൻ്റെ സഹായത്തോടു കൂടി അത് ട്രാൻസ്പൈൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എഴുതുന്ന കോഡ് ഈ ടാഗ് ഉള്ളതുകൊണ്ട് അതൊരു JSX ഫയലാണ്. സോ ഈ JSX ഫയലിനെ അവൻ എടുത്തിട്ട് അവൻ ജാവാസ്ക്രിപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ അങ്ങനെ കൺവേർട്ട് ചെയ്ത ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിന് മനസ്സിലാക്കാൻ എളുപ്പമാണ്, അവൻ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. സോ അതിന് ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നത്
സോ ഇങ്ങനത്തെ ഒരു ടാഗിനെ അവൻ ഒരു ഫംഗ്ഷൻ കോളായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ കോളുകൾ ജാവാസ്ക്രിപ്റ്റിന് മനസ്സിലാക്കാൻ പറ്റും. ഫംഗ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് എന്നാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാഗ് നെയിമാണ് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഡിവ്. ഓക്കെ, സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ, ആ ഒബ്ജക്റ്റിനകത്ത് നമ്മൾ എത്ര ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടോ അത്രയും ആട്രിബ്യൂട്ട്സുകൾ ഈ ഒബ്ജക്റ്റിനകത്ത് വരും. സോ ഇതിനകത്ത് ഒരു ഒബ്ജക്റ്റേ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ID മൈ ഹലോ എന്ന് കൊടുക്കാം. നമുക്ക് എല്ലാം വേറെ വേറെ ലൈനിലിടാം ഓരോ ആർഗ്യുമെൻറ്റും. ഇനി തേർഡ് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്നത് ഈ ടാഗിനകത്ത് വരുന്ന ചിൽഡ്രൻ ആണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് മാത്രമേ ചിൽഡ്രൻ ആയിട്ടുള്ളൂ. ഓക്കെ, സോ തേർഡ് ആർഗ്യുമെൻറ്റ് ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. സോ ഈ ഒരു ടാഗിനെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കോളായിട്ട് അവൻ കൺവേർട്ട് ചെയ്യാണ്. സോ അങ്ങനെയാണ് ഇത് ബ്രൗസർ മനസ്സിലാക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ ടാഗ് എഴുതുന്നതിൻ്റെ പകരം ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് ഇവിടെ കൊണ്ടേ വെച്ചാലും സെയിം ആണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഹലോ 2 എന്നാക്കാം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളിത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സെയിം ആണ്. അപ്പോൾ സോ അതായത് നമ്മൾ ഇങ്ങനെ ടാഗ് എഴുതുന്നതിൻ്റെ പകരം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ ആക്കി എഴുതിയാലും അത് സെയിം ആണ് അർത്ഥം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ടാഗായിട്ട് എന്തുകൊണ്ട് എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് എളുപ്പമാണ്. കാരണം ഇത് HTML പോലെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഇത് കോഡ് ചെയ്യാനും എളുപ്പമാണ്, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, സോ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ടാഗായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ ഫംഗ്ഷൻ കോളുകളായിട്ട് എഴുതാം. പക്ഷേ ഒരുവിധം എല്ലാ ഡെവലപ്പേഴ്സും തന്നെ ടാഗ് എഴുതുന്നതിനാണ് പ്രിഫർ ചെയ്യുന്നത്. സോ അത് എളുപ്പമായതുകൊണ്ട് സോ അത് പഠിക്കുന്നത് റിയാക്ട് പഠിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനത്തെ ടാഗ് എഴുതിയ സിൻടാക്സിനെയാണ് JSX എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ഇതിനകത്ത് ഒരു ചൈൽഡ് ഉണ്ടാവും എന്ന് വിചാരിക്കാം. അതായത് ഒരു H1 ഓക്കെ എന്ന് പറഞ്ഞ ചൈൽഡ് ഉണ്ട്, മൈ ടൈറ്റിൽ. ഓക്കെ, ചൈൽഡ് സ്ട്രിങ് അല്ല, നേരെ മറിച്ച് എന്നാൽ ചൈൽഡും ഇതേപോലെ ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് 2 ലൈനിലിടാം. ഓക്കെ, സോ ഇങ്ങനത്തെ കേസിൽ ഇങ്ങനെ റിയാക്ട് എലമെൻറ്റ് വരും. ഈ ചൈൽഡും എന്താണ്, ചൈൽഡ് സ്ട്രിങ് അല്ലാത്തൊരു എലമെൻ്റ് ആണ്. സോ നമ്മൾ ഇതിനെ വീണ്ടും റിയാക്ട് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ്. ഓക്കെ, ടാഗ് H1 ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല, നമുക്ക് എംപ്റ്റി ഒബ്ജക്റ്റ് കൊടുക്കാം, നള്ള് കൊടുത്താലും മതി. എന്നിട്ട് ചൈൽഡ് എന്താണ്, മൈ ടൈറ്റിൽ എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കിത് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ H1-നകത്ത് മൈ ടൈറ്റിൽ വന്നു. സോ ഇങ്ങനെ ഫംഗ്ഷൻ കോളുകളായിട്ട് എഴുതിയാൽ കുറേ നെസ്റ്റഡ് വരുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും. സോ അതിനെക്കാട്ടി എന്തുകൊണ്ടും എളുപ്പം നമുക്കിങ്ങനെ ടാഗായിട്ട് എഴുതാനുള്ളതാണ്. സോ ഇങ്ങനെ എഴുതിയാലും സെയിം എഫക്റ്റാണ്. നമുക്കവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. റിഫ്രഷ് ചെയ്ത് അതുപോലെ തന്നെയാണ് വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളിതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ലേ കൊടുക്കുക. നമ്മൾ ജനറലി ടാഗ് എവിടെയാണ് ഉപയോഗിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, സോ അതാണ് JSX-ൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഓവർവ്യൂ. ഓക്കെ, സോ ഇത് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെബ്പാക്ക് ബാബൽ എന്ന് പറഞ്ഞ ഒരു ടൂളിൻ്റെ സഹായത്തോടു കൂടിയാണ്. സോ നമുക്ക് വേണമെങ്കിൽ ബാബലിൻ്റെ വെബ്സൈറ്റിനകത്ത് ട്രൈ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കതിൻ്റെ കൺവേർഷൻ നോക്കണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇതിനകത്ത് റിയാക്ട് ക്ലിക്ക് ചെയ്യുക, ബാക്കിയൊന്നും ക്ലിക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അവനത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണത് എന്നുള്ളത് കാണിച്ചു തരും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഒരു കാര്യം മനസ്സിലാക്കാണ്ട് ഇത് ഈ ടാഗ് ഇതേപോലെ പോയിട്ട് റീപ്ലേസ് ചെയ്യല്ല ഇവൻ ബ്രൗസറിൽ ചെയ്യുന്നത്. ഇവൻ അതിനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതിനെ ഫസ്റ്റ് റിയാക്ട് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ ഫംഗ്ഷൻ കോളുകൾ സാധാരണ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്രിയേറ്റ് എലമെൻറ്റോ അങ്ങനത്തെ വല്ല ഫംഗ്ഷൻസ് കോളുകളും വെച്ചിട്ടാണ് ഇവൻ ബ്രൗസറിലോട്ട് എലമെൻറ്റ്സ് കൊണ്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഫീച്ചറുകൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഫയലിലെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെ നോക്കാം. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഈ ആപ്പ് ഇമ്പോർട്ട് ഉപയോഗിക്കുന്നില്ല, അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കോഡിലെയാണ്. പിന്നെ ഈ CSS നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് രണ്ടും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ നമ്മൾ റിയാക്ട് ഡോം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ റിയാക്ട് എന്നുള്ള ഇമ്പോർട്ട് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് കാണാനില്ല. പക്ഷേ നമുക്കത് ഇമ്പോർട്ട് ചെയ്തേ പറ്റൂ. കാരണം എന്താണ്, നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺവേർട്ട് ചെയ്ത് വരുന്ന എങ്ങനെ റിയാക്ട് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡിലോട്ടാണ് ഇത് കൺവേർട്ട് ചെയ്യണത്. സോ ഇത് നമ്മളിവിടെ എഴുതിയിട്ടില്ലെങ്കിലും ആ റിയാക്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ റിയാക്ട് എന്ന് പറഞ്ഞ ഇമ്പോർട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ,
ഓക്കെ. സോ ഇനി അടുത്ത കാര്യം പറയാൻ പോകുന്നത് ക്ലാസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്. നമ്മൾ HTML കോഡ് എഴുതിയ എല്ലാവർക്കും അറിയാം, നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ ഇന്നർ ടാഗ് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ബാബൽ ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെ കൺവേർട്ട് ആവുന്നത് നോക്കാം. ഓക്കെ, കൺവേർട്ട് ആവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടാഗിൻ്റെ പേരാണ് ഇവിടെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് ഒബ്ജക്റ്റ് ആണ്, അതിൽ കീ വാല്യൂ ആയിട്ട് വരും. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് ഈ ക്ലാസ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇതിനൊരു പോരായ്മയുണ്ട്, കാരണം ക്ലാസ് എന്ന് പറഞ്ഞത് ജാവാസ്ക്രിപ്റ്റിൽ ഒരു കീവേഡാണ്. സോ അങ്ങനത്തെ കീവേഡുകൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒബ്ജക്റ്റിൻ്റെ കീ ആയിട്ട് വരാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അത് മിക്കവാറും ബ്രൗസറുകൾ സമ്മതിക്കും, പക്ഷേ നമ്മൾ ഡീസ്ട്രക്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് അത് എറർ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ കേസുകളിൽ JSX എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് അല്ല അവൻ സ്വീകരിക്കുന്നത്. അത് ക്ലാസ് എന്ന് കൊടുക്കേണ്ട അവിടെ നമ്മൾ ക്ലാസ് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കണം. സോ ഇവിടെ ക്ലാസ് എന്നല്ല കൊടുക്കേണ്ടത്, ക്ലാസ് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോ നമ്മളവിടെ ക്ലാസ് നെയിം എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ HTML വരുമ്പോൾ അത് ക്ലാസ് ആയിട്ട് അവൻ കൺവേർട്ട് ചെയ്തു പോകും. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഫോർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമ്മൾ HTML ഉപയോഗിക്കാറുണ്ട്. ഈ ഫോറും ഒരു കീവേഡാണ്, നമ്മൾ ഫോർ ലൂപ്പ് എഴുതാനുള്ള ഒരു കീവേഡാണ്. സോ ഫോർ ഒരു കീവേഡ് ആയതുകൊണ്ട് അതിന് എഴുതേണ്ടത് HTML4 എന്നാണ്. ഇതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ള കാര്യം. ക്ലാസ് എന്ന ആട്രിബ്യൂട്ടിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് ക്ലാസ് നെയിമാണ്, ഫോർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് HTML4 ആണ്. ഓക്കെ, സോ അടുത്തതാണ് കേർലി ബ്രേസ്. സോ ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത് ID കീയും വാല്യൂ സ്ട്രിങ്ങുമാണ്. ഓക്കെ, വാല്യൂസ് എല്ലാം സ്ട്രിങ് ആണ്. ഓക്കെ, സോ ഈ വാല്യൂ എപ്പോഴും സ്ട്രിങ് ആവണമെന്നില്ല. സോ അതിന് JSX ഉപയോഗിക്കുന്ന സിൻടാക്സ് ആണ് കേർലി ബ്രേസ്. സോ ആട്രിബ്യൂട്ട് വാല്യൂസ്, കീനല്ല വാല്യൂസിൽ കേർലി ബ്രേസ് ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിലെ എന്ത് സിംഗിൾ സെൻറ്റൻസും കൊടുക്കാം. മൾട്ടി ലൈൻ സെൻറ്റൻസ് അല്ല. മൾട്ടി ലൈൻ സെൻറ്റൻസ് പറഞ്ഞാൽ ഇഫ്, ഫോർ ലൂപ്പ്, ഇതൊക്കെ ഒന്നിൽ കൂടുതൽ ലൈൻ ഉണ്ടെങ്കിൽ ഇതിനൊരു ബ്ലോക്ക് ആവത്തുള്ളൂ. സോ അതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. സിംഗിൾ സെൻറ്റൻസുകൾ, അതായത് ഫങ്ഷൻ കോളുകൾ, ടെർണറി ഓപ്പറേറ്റേഴ്സ്, പിന്നെ സാധാരണ വേരിയബിൾസ്, അതുപോലെ വേരിയബിൾസ് വാല്യൂ, സ്ട്രിങ്ങോ ഒബ്ജക്റ്റോ, അങ്ങനെ സിംഗിൾ സെൻറ്റൻസ് റിട്ടേൺ ചെയ്യുന്ന സിംഗിൾ സെൻറ്റൻസ് എന്തും നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്ങും കൊടുക്കാം. ഇവിടെ നമുക്ക് ടെസ്റ്റ് മീ, ഓക്കെ ടെസ്റ്റ് മീ വന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്ത് ഇനി ഒരു അറേ ഉണ്ട്. നമുക്കിത് ജോയിൻ ചെയ്യണമെങ്കിൽ അറേയിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അറേ ഡോട്ട് ജോയിൻ, എന്നിട്ട് സ്പേസ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇത് 1 സ്പേസ് 2 സ്പേസ് 3 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്ട്രിങ് ആവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. സോ നമുക്കത് റിഫ്രഷ് ചെയ്ത് നോക്കാം. 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള, സോ നമുക്ക് ആ വാല്യൂ ഇവിടെ കിട്ടി. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ടെർണറി ഓപ്പറേറ്റർ കൊടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോൺസ്റ്റ്, നമ്മുടെ അടുത്തൊരു വേരിയബിൾ ഉണ്ട്, ഡിസേബിൾ ഇസ് ഈക്വൽ ടു ട്രൂ. ഓക്കെ, ഈ ഡിസേബിൾഡിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ നമ്മുടെ ക്ലാസ് നെയിം ഈസ് ഡിസേബിൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈസ് എനേബിൾഡ് എന്നായിരിക്കണം ക്ലാസ് നെയിം. ഓക്കെ, സോ അങ്ങനെ വേണമെങ്കിൽ നമുക്കിവിടെ ഒരു സിംഗിൾ ടെർണറി ഓപ്പറേറ്റർ കൊടുക്കാം. ഓക്കെ, ഡിസേബിൾഡ് വാല്യൂ ട്രൂ ആണെങ്കിൽ ഈസ് ഡിസേബിൾഡ് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ഈസ് എനേബിൾഡ് റിട്ടേൺ ചെയ്യുക. സോ ഈ കേസിൽ എന്തായിരിക്കും, ഈസ് ഡിസേബിൾഡ് ആയിരിക്കും ആ ക്ലാസ് നെയിം വരിക. ഓക്കെ, സോ ഇത് ഫോൾസ് ആണെങ്കിൽ ഈസ് എനേബിൾഡ് ആയിരിക്കും ക്ലാസ്. അങ്ങനെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്ന സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം നമുക്ക് ഈ കേർലി ബ്രേസസിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇൻലൈൻ സ്റ്റൈലുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിന് കൊടുത്തൊക്കെ ഡിലീറ്റ് ചെയ്യാം, ഐഡിയും ഡിലീറ്റ് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മളെങ്ങനെ സ്റ്റൈൽ കൊടുക്കുക, സ്റ്റൈൽ ഇസ് ഈക്വൽ ടു സ്ട്രിങ്ങിനകത്ത് നമുക്ക് ആവശ്യമുള്ള സ്റ്റൈൽ സെമിക്കോളിനിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ, പാഡിങ് 5 പിക്സൽ, കളർ വൈറ്റ്, ബോർഡർ റേഡിയസ് 2 പിക്സൽ. സോ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. പക്ഷേ JSXൽ ഇങ്ങനെയല്ല കൊടുക്കുക. JSXൽ ഇത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതെങ്ങനെ പാസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് തന്നെ കീ വാല്യൂസ് ഇവിടെ കൊണ്ടുപോയിടാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ടത്, ഇങ്ങനത്തെ ഹൈഫൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്, സോ അങ്ങനത്തെ കീസൊക്കെ മാറ്റിയിട്ട് ഇവർ ക്യാമൽ കേസ് ആക്കണം. സോ ക്യാമൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് ഒരു വേർഡ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് വേർഡ് എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കും, പിന്നത്തെ സബ്സിക്വൻറ്റ് വേർഡ് ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങും, ഹൈഫണോ സ്പേസോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബി സ്മോൾ ലെറ്റർ തുടങ്ങി
കളർ C ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സോ ഇതാണ് ക്യാമൽ കേസ് എന്ന് പറയുക. സോ ഇങ്ങനത്തെ ഹൈഫൺ ഇട്ട് സെപ്പറേറ്റ് ചെയ്തൊക്കെ നമ്മൾ ക്യാമൽ കേസിൽ എഴുതണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രിങ് അല്ലാണ്ട് എന്ത് കൊടുക്കണമെങ്കിലും കേർലി ബ്രേസ് കൊടുക്കണം. ഓക്കെ, ഒബ്ജക്റ്റ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റൈൽ ഇവിടെ വന്നു. സോ ഇങ്ങനെയാണ് സ്റ്റൈൽ കൊടുക്കുക. മിക്കവാറും ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ വേരിയബിൾ എഴുതി കൊടുക്കുന്നതിൻ്റെ പകരം ഇതിനകത്ത് തന്നെ നേരിട്ട് കൊടുക്കാം. ഓക്കെ, സോ നോക്കുക, 2 കേർലി ബ്രേസ് ഇവിടെ വരും. ഒന്ന് ഈ JSXൻ്റെ കേർലി ബ്രേസ് ആണ്, മറ്റേത് ഒബ്ജക്റ്റിൻ്റെ കേർലി ബ്രേസ് ആണ്. ഓക്കെ, സോ നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്. സോ ഈ കേർലി ബ്രേസ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂവിൽ മാത്രമല്ല, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ JSX ടാഗിൻ്റെ ചൈൽഡ് എലമെൻറ്റ്സുകളിലും നമുക്ക് കേർലി ബ്രേസ് ഉപയോഗിക്കാം. ഓക്കെ, സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ JSX ടാഗിൻ്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പാരൻ്റ് ടാഗേ പാടത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ എത്ര ചൈൽഡ് ടാഗുകൾ വേണമെങ്കിൽ ആവാം, ചൈൽഡിൻ്റെ ഉള്ളിൽ ചൈൽഡ്, അങ്ങനെ എത്ര വേണമെങ്കിൽ ആവാം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഒരു 4 ചൈൽഡ് എലമെൻ്റ് ഇടാം. സോ ഇങ്ങനെ 4 ലേബൽ ഇടാം. സോ ഇങ്ങനെ സാധാരണ ടാഗ് എഴുതുന്നതിൽ കൂടാതെ നമുക്ക് വേണമെങ്കിൽ കേർലി ബ്രേസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് റിട്ടേണിങ് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ എഴുതാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇതൊരു ഫംഗ്ഷൻ കോളാണ് നമ്മൾ പറഞ്ഞല്ലോ. സോ ഇതൊരു റിട്ടേൺ ചെയ്യുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കേർലി ബ്രേസിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ടാഗ് കൊടുക്കണതുകൊണ്ടും കുഴപ്പമില്ല. സോ നമുക്ക് നോക്കാം വെബ് പേജിൽ എങ്ങനെ വരുന്നതെന്നുള്ളത്. റിഫ്രഷ് ചെയ്തു, ഇതേപോലെ 4 ലേബലും ഇതേപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ കേർലി ബ്രേസ് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ കേർലി ബ്രേസ് എപ്പോഴാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല ജാവാസ്ക്രിപ്റ്റിൻ്റെ തന്നെ വല്ല സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് കോഡുകളൊക്കെ എഴുതണമെങ്കിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ലേബലിൻ്റെ അറയാണ് നമ്മുടെ അടുത്തുള്ളതെന്ന് വിചാരിക്കുക. സോ ഇങ്ങനത്തെ അറയാണ് വിചാരിക്കുക. സോ ഇങ്ങനെ ഹാർഡ് കോഡ് ചെയ്യുന്നതിൻ്റെ പകരം നമ്മുടെ അടുത്ത് ഡൈനാമിക് ആയിട്ട് ഇങ്ങനത്തെ അറയാണ് നമ്മുടെ അടുത്ത് വരുന്നത് വിചാരിക്കുക. സോ നമുക്ക് ഈ അറയ്ക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ ചൈൽഡ് ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കേർലി ബ്രേസ് സഹായകരമാകാൻ പറ്റും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ കേർലി ബ്രേസ് ഇടാം. എന്നിട്ട് ഇതെന്ത് ചെയ്യണം, ഇത് ലൂപ്പ് ചെയ്യണം. ലൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഫോർ ലൂപ്പുകൾ ഉപയോഗിക്കാം. പക്ഷേ ഫോർ ലൂപ്പ് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് അല്ല. സോ അതുകൊണ്ട് നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അറേ ഫംഗ്ഷനുകളുണ്ട് ലൂപ്പിന് പകരം ഉപയോഗിക്കാൻ. അതിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കൂടുതൽ റിയാക്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് അറേ മാപ്പ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ arr.map എന്നിട്ട് അതിനകത്ത് ഫംഗ്ഷനാണല്ലോ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്താ റിട്ടേൺ ചെയ്യണത്, ലേബൽ. ഓക്കെ, സോ വാല്യൂ എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ array.map എന്താ ചെയ്യുന്നത്, ഈ അറയ്ക്ക് പകരം പുതിയൊരു അറേ ഉണ്ടാക്കും. ആ അറേയുടെ ഓരോ എലമെൻറ്റും ഇതായിരിക്കില്ല, നേരെ മറിച്ച് ഇവിടെ എന്താണോ റിട്ടേൺ ചെയ്ത് അതായിരിക്കും പുതിയ എലമെൻറ്റിൽ ഉണ്ടാവുക. സോ ഇവിടെ എന്താ റിട്ടേൺ ചെയ്യുന്നത്, ലേബിൾ എന്ന് പറഞ്ഞ ടാഗാണ് റിട്ടേൺ ചെയ്യുന്നത്. അതിനകത്ത് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് ആയിരിക്കും. ഓക്കെ, നമുക്കിത് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ നമുക്ക് വാല്യൂ 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 എന്ന് 5 പ്രിൻറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് വാല്യൂ എന്നല്ല വേണ്ടത്, ഈ അറയിലെ എലമെൻ്റ് ആണ് വേണ്ടത്. സോ മാപ്പ് ഫംഗ്ഷനകത്ത് ഓരോ ഐട്രേഷനിലും അറയുടെ എലമെൻറ്റ് ഇവിടെ വരും. ഫസ്റ്റ് ഐട്രേഷനിൽ ഫസ്റ്റ് എലമെൻറ്റ് വരും, സെക്കൻഡ് ഐട്രേഷനിൽ സെക്കൻഡ് എലമെൻറ്റ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഐറ്റം ആണ് വേണ്ടത്. സോ ഐറ്റം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഐറ്റം 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 എന്നാണ് വരുന്നത്. നമുക്ക് ഐറ്റം അല്ല വേണ്ടത്, ഐറ്റത്തിൻ്റെ വാല്യൂ വേണ്ടത്. അത് നമുക്ക് കേർലി ബ്രേസിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഐറ്റത്തിൻ്റെ വാല്യൂ, ഇത് ജാവാസ്ക്രിപ്റ്റ് സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഐറ്റത്തിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേർലി ബ്രേസും ഇതേപോലെ നെസ്റ്റ് ചെയ്ത് പോകാം. സോ കേർലി ബ്രേസസിനകത്ത് ടാഗ് വരാം, ടാഗിനകത്ത് വീണ്ടും കേർലി ബ്രേസ് വരാം, അങ്ങനെ നെസ്റ്റ് ചെയ്ത് വിട്ടുവാണെങ്കിൽ നമുക്ക് പോകാം. സോ അത് നമുക്ക് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ലേബൽ 4 വരും. സോ ഇങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് ഇതുപോലെ കേർലി ബ്രേസുകൾ ഉപയോഗിക്കാൻ പറ്റും. സോ കേർലി ബ്രേസുകൾ ഒരു കേർലി ബ്രേസിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റേ പാടത്തുള്ളൂ. നമുക്ക് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കേർലി ബ്രേസ് ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ കോഡ് ചെയ്താവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, കേർലി ബ്രേസസിനകത്ത് അറയാണ്. ഓക്കെ, സോ ഒരു അറയാണ് ഇവിടെ വരുന്നത്. സോ അറേ മാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്, ഒരു പുതിയ അറയാണ് റിട്ടേൺ ചെയ്യുന്നത്. ആ അറയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. സോ അറേ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് JSX ഒരു ചെറിയൊരു എറർ കാണിക്കും. സോ ഇങ്ങനത്തെ ഒരു എറർ കാണിക്കും. ഓക്കെ, സോ അറയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ അറയുടെ എലമെൻറ്റിന് എല്ലാത്തിനും കീ എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കണം. സോ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് റിയാക്റ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അത് നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ പഠിക്കാം. സോ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അറയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ചൈൽഡ് എലമെൻ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ ആട്രിബ്യൂട്ടിനകത്ത്, സോ ഇതിനകത്ത് നെസ്റ്റഡ് ആയിട്ട് ചൈൽഡ് എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടോപ്പിനകത്ത് വല്ല എലമെൻറ്റും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കീ ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, കീ എന്ത് വേണമെങ്കിൽ കൊടുക്കാം, യൂണീക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഐറ്റം തന്നെ കൊടുത്താൽ മതി. ഐറ്റം എല്ലാത്തിനും വേറെ വേറെ ആണല്ലോ. സോ ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ അത് യൂണീക്ക് ആയിരിക്കും. സോ നമുക്ക് ഈ വാണിംഗ് ഉണ്ടാവത്തില്ല. ഓക്കെ, സോ ഇത് മാപ്പ് വെച്ചിട്ടല്ല, നമ്മളിപ്പോൾ ഇതിന് പകരം നമ്മൾ ജസ്റ്റ് സിമ്പിൾ ഒരു അറയാണ് റിട്ടേൺ ചെയ്യുന്നത് വിചാരിക്കുക. നമ്മളിങ്ങനെ സിമ്പിളായിട്ട് അറേ എഴുതുവാണെങ്കിൽ പോലും നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു എറർ കാണിക്കും. സോ നമ്മൾ അറേ ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഇതിനൊരു കീ കൊടുക്കണം. സോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ ഇങ്ങനെ കേർലി ബ്രേസ് നമുക്ക് ചൈൽഡ് എലമെൻറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഇവൻറ്റ്സ് കിട്ടാൻ, അതായത് ഡോമിലോട്ട് വല്ല യൂസർ വല്ല ക്ലിക്ക് ചെയ്യേ ടൈപ്പ് ചെയ്യുക അങ്ങനത്തെ ഇവൻറ്റ്സുകൾ യൂസർക്ക് കിട്ടാൻ എങ്ങനെയാണ് JSXൽ ചെയ്യുന്നത് നോക്കാം. സോ ഈ ഡിവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് console.log പ്രിൻറ്റ് ചെയ്യണം. സോ അങ്ങനത്തെ കേസ് എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ HTML എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ HTML ഒരുപാട് ഇവൻറ്റ് സപ്പോർട്ട് ചെയ്യണം. ആ ഇവൻറ്റിൻ്റെ പേര് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഇവൻറ്റിൻ്റെ പേര് = ഈ സ്ട്രിങ്ങിനകത്ത് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നേരിട്ടിട്ട് HTML ഇവൻറ്റ് കൊടുക്കുക. സോ ഇവിടെ JSXൽ എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, JSXലും സിമിലർ ആണ്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഇവൻറ്റിൻ്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ക്യാമൽ കേസ് ആയിരിക്കും. സോ ഇവിടെ ഓൺ ക്ലിക്ക്, ഓക്കെ, = എന്നിട്ട് ഫംഗ്ഷൻ്റെ പേര് ഇതേപോലെ സ്ട്രിങ്ങിലല്ല കൊടുക്കുക, നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ റെഫറൻസ് ആണ് കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ മൈ ക്ലിക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, സോ ഈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ പേരാണ് റെഫറൻസ്, ആ ഫംഗ്ഷൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ലോഗ് ക്ലിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ക്ലിക്ക് ചെയ്തു, ക്ലിക്ക്ഡ് എന്ന് വന്നു. ഓക്കെ, ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫംഗ്ഷൻ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അനോണിമസ് ഫംഗ്ഷൻ കൊടുക്കാം. കോൺസ്റ്റ് മൈ ക്ലിക്ക് = ഇങ്ങനെ അനോണിമസ് ഫംഗ്ഷനായിട്ട് കൊടുക്കാം. എന്നിട്ട് ആ അനോണിമസ് ഫംഗ്ഷൻ്റെ റെഫറൻസിൻ്റെ പേര് ഇവിടെ കൊടുത്താലും മതി. സോ അങ്ങനത്തെ കേസിലാണെങ്കിലും ക്ലിക്ക് ചെയ്ത ക്ലിക്ക് എന്ന് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ തന്നെ, ഒരു ഫംഗ്ഷൻ്റെ ഫുൾ ബോഡി തന്നെ അതിൻ്റെ റെഫറൻസിനെ സൂചിപ്പിക്കുന്നതാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ്റെ ബോഡി ഫുള്ള് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇതൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ റെഫറൻസ് ആണ്. ഓക്കെ, നമ്മൾ റിഫ്രഷ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് ക്ലിക്ക് ഇടുന്ന് കിട്ടുന്നു. ഓക്കെ, സോ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. സോ ഇങ്ങനെയാണ് JSXനകത്ത് കോൾ ബാക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ JSXൻ്റെ ഉപയോഗിക്കുന്ന ഒരുവിധം ഫീച്ചറുകളെല്ലാം. സോ ഇനി എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കോഴ്സിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മൾ ഇത്ര നേരം എഴുതിയത് നമ്മൾ react.dom.render എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനകത്താണ് നമ്മളുടെ HTML എഴുതിയത്. ഓക്കെ, സോ ഇത് തന്നെയാണ് ഇതിൻ്റെ രീതിയും. സോ നമ്മൾ എഴുതാനുള്ള സകല വെബ് പേജും പോകുന്നത് ഈ ഒരു ഫംഗ്ഷനകത്തേക്കാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ react.dom.render എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിയാക്റ്റിൻ്റെ ഒരു പ്രൊജക്റ്റിൽ ആകെ ഒരു തവണയെ വിളിക്കത്തുള്ളൂ. സോ ഇതിനകത്താണ് കംപ്ലീറ്റ് വെബ് പേജും പോകേണ്ടത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് എഴുതുമ്പോൾ നമ്മുടെ വെബ് പേജ് ശരിക്കും 1000-2000 ലൈൻസുകളൊക്കെ വരാം. ഓക്കെ, സോ അത്രയും ലൈൻസ് ഓഫ് കോഡ് ഇവിടെ എഴുതുന്നത് ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിതിനെ മുറിച്ച് സെപ്പറേറ്റ് ഫയലുകളിലായിട്ട് എഴുതണം. ഓക്കെ, സോ അതിനുള്ള സപ്പോർട്ട് റിയാക്ട് തരുന്നുണ്ട്. സോ അതിന് പറയുന്ന പേരാണ് റിയാക്ട് കോമ്പോണൻറ്റ്സ്. ഓക്കെ, സോ റിയാക്ട് കോമ്പണൻസ് കൂടാതെ തന്നെ റിയാക്ട് കോമ്പണൻസിനകത്ത് ഡാറ്റ പാസ് ചെയ്യണം. അവിടുന്ന് ഡാറ്റ നമുക്ക് കിട്ടും വേണം. സോ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോ അതാണ് പ്രോപ്സ്. സോ എന്താണ് റിയാക്ട് കോമ്പണൻസ്, ഇതിനകത്ത് പ്രോപ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡാറ്റ പാസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. സോ അടുത്ത വീഡിയോ കാണുന്നതിന് മുന്നേ ജാവാസ്ക്രിപ്റ്റിൻ്റെ ലേറ്റസ്റ്റ് ES6ൻ്റെ ചില കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്ന നന്നായിരിക്കും. സോ അതിലൊന്നാണ് ഇമ്പോർട്ട്. സോ അത് ഇങ്ങനത്തെ ഇമ്പോർട്ട്സുകൾ എന്താണ്, അതെങ്ങനെ എഴുതുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നതാണ് ഇമ്പോർട്ട്. സോ അടുത്താണ് ആരോ ഫംഗ്ഷൻസ്. നമ്മൾ ഈ സീരീസിനകത്ത് മിക്കവാറും ഉപയോഗിക്കുന്നൊരു ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആയിരിക്കും ആരോ ഫംഗ്ഷൻ. സോ അത് പിന്നെ ഈ ക്ലാസ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, സോ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്ന് പറയില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ ഇത് അറിയില്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കി വരുന്നത് വളരെ നന്നായിരിക്കും. സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരമെന്ന് തോന്നുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.